ബ്രിട്ടീഷ് പാർലമെന്റിലെ ആദ്യ മലയാളി എംപിയായി ചരിത്ര വിജയത്തോടെ തിരഞ്ഞെടുക്കപ്പെട്ട സോജൻ ജോസഫിന് മാന്നാനം കുര്യാക്കോസ് ഏലിയാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പ്രൗഢഗംഭീരമായ സ്വീകരണം നൽകി. കോട്ടയം കൈപ്പുഴയിൽ നിന്ന് ആഷ്ഫോർഡിലെ NHS ആശുപത്രിയിൽ മെന്റൽ ഹെൽത്ത് നഴ്സായി സേവനം തുടങ്ങിയ സോജൻ ജോസഫ് 4 വർഷം മുമ്പ് ലേബർ പാർട്ടിയിൽ സജീവമാവുകയും പൊതുപ്രവർത്തന രംഗത്തെ മികവ് കൊണ്ട് വളരെ പെട്ടെന്ന് നേതൃനിരയിലെത്തുകയും ചെയ്തു. കൺസർവേറ്റീവ് പാർട്ടിയുടെ ഉറച്ച കോട്ടയായ ആഷ്ഫോർഡിൽ അട്ടിമറി വിജയമാണ് ലേബർ പാർട്ടി അംഗമായ സോജൻ ജോസഫ് നേടിയെടുത്തത്. എയിൽസ്ഫോർഡ് ആൻഡ് ഈസ്റ്റ് സ്റ്റോർ വാർഡിൽ നിന്ന് കൗൺസിലർ സ്ഥാനത്ത് നിന്നുകൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങളിലൂടെയാണ് പാർലമെന്റ് അംഗം എന്ന നിലയിലേക്ക് സോജൻ ജോസഫ് എത്തിയത്. KE സ്കൂൾ പ്രിൻസിപ്പൽ റവറന്റ് ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരി CMI സ്വീകരണ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. UK MPമാരെ നമ്മുടെ സ്കൂളിലെത്തി. വർഷങ്ങൾക്ക് മുൻപ് ഞാനിവിടെ പ്രിൻസിപ്പലായിട്ട് വന്നതിന് ശേഷം ശർമാജി ഇവിടെ എത്തി നമ്മളെ കുട്ടികളുമായി ഇന്ററാക്ട് ചെയ്തു. അതിനുശേഷം ഇന്ന് എക്സ്റ്റേണൽ മിനിസ്റ്ററായിരിക്കുന്ന UK-യിലെ എക്സ്റ്റേണൽ മിനിസ്റ്ററായിരിക്കുന്ന ഡേവിഡ് ലാമി അദ്ദേഹം കുടുംബവുമായി നമ്മുടെ സ്കൂളിലെത്തി. ഇവിടെ മുഴുവൻ ഒരു ദിവസം മുഴുവൻ നമ്മോടൊപ്പം ചെലവഴിച്ചിട്ടാണ് പോയത്. ഇന്ന് അദ്ദേഹം UK-യിലെ എക്സ്റ്റേണൽ മിനിസ്റ്ററാണ്. അപ്പം സോജൻ തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം വരുമ്പം ഒരു മന്ത്രിയായിട്ട് UK ഒരു മിനിസ്റ്ററായിട്ടായിരിക്കും ഇവിടെ വരുന്നതെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവിധ ദൈവാനുഗ്രഹവും അവിടെ പ്രിയപ്പെട്ട ഈ കേരളത്തിൻ്റെ പുത്രൻ UK-യിൽ അദ്ദേഹം ഒരു MP സ്ഥാനത്തേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പബ്ലിക് ലൈഫിലുള്ള താല്പര്യം, അദ്ദേഹം ഇടപെട്ട സാഹചര്യങ്ങളിൽ അദ്ദേഹം തൻ്റെ കഴിവ് എത്രമാത്രം തെളിയിച്ചു. ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ആശംസകൾ നേർന്ന് സംസാരിച്ചു. സോജനെ അഭിനന്ദിക്കുവാനാണ്, ഈ സ്കൂളിൽ ആദരവ് നൽകുവാനാണ് ഒത്തുചേർന്നിട്ടുള്ളത്. മുല്ലശ്ശേരിയക്കൻ സൂചിപ്പിച്ചു, സോജൻ ഇന്ത്യയിൽ നിന്നുള്ള പ്രഥമ ബ്രിട്ടീഷ് പാർലമെന്റിലെ MPയാണ്. ചരിത്രത്തിന് ഒരു നിയോഗത്തിന് ഒക്കെ സാധിക്കുന്ന അസാധാരണമായ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ കഴിയുമെന്ന് തെളിയിച്ച ഒരു പ്രതിഭാശാലിയായിട്ടാണ് ഞാൻ സോജനെ കാണുന്നത്. 26 വർഷങ്ങൾക്കപ്പുറത്ത് ഒരുപക്ഷെ പഠനത്തിന് ശേഷം ഒരു ജോലി തരപ്പെട്ട് വിദേശത്തേക്ക് പ്രവാസിയായി മാറിയ സോജൻ തൻ്റെ ജോലിയിൽ സത്യസന്ധത പുലർത്തുകയും ആ മികവിൽ എത്താവുന്നതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തുകയും ചെയ്യുന്നുവെങ്കിലും ആ സാമൂഹിക പ്രതിബദ്ധതയും പ്രവർത്തനവും എല്ലാ മണ്ഡലങ്ങളിലും ഒരുപോലെ എത്തിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചു. കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രൊഫസർ ഡോക്ടർ റോസമ്മ സോണി, അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലകുളം, അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷാജി ജോസഫ്, സ്കൂൾ PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ് എന്നിവർ സന്നിഹിതരായിരുന്നു. വ്യക്തിയും സമൂഹവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളെക്കുറിച്ചും വിദ്യാർത്ഥികളുമായി സോജൻ ജോസഫ് MP സംവദിച്ചു. i4A ന്യൂസ്, ഏറ്റുമാനൂർ.